ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നോർമൽ കുർത്തി സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിൻ്റെ തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിത് രണ്ടായിട്ട് തുണി മടക്കിയിട്ട് വെട്ടിയെടുക്കുവാണ് കേട്ടോ. കാരണം ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റും ബാക്ക് പോർഷൻ സെപ്പറേറ്റും ആയിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷനാണ് ഞാൻ ആദ്യം വെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വേറെ പ്രത്യേക രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് എനിക്കിങ്ങനെ കാണിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ആം ഹോൾ ഷോൾഡർ സ്ലോപ്പ് എടുത്തു. ഷോൾഡർ സ്ലോപ്പ് എടുത്തതിന് ശേഷം ഞാൻ ആം ഹോൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആം ഹോൾ കർവ് വെച്ചിട്ടാണ് ആം ഹോൾ വരയ്ക്കുന്നത്. ആം ഹോൾ വരച്ചതിന് ശേഷം ഞാൻ അതൊന്ന് മെഷർ ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് ആണോ എന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് 8.5 കിട്ടേണ്ട സ്ഥാനത്ത് 8 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഞാനൊരു 1/4 ഇഞ്ചും കൂടെ താഴ്ത്തി വരച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അത് വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ മെഷർ ചെയ്തപ്പോഴത്തേക്ക് കറക്റ്റ് 8.5 മീൻസ് ഒരു സൈഡിലേക്ക് നമുക്ക് 18, അതിൻ്റെ പകുതിയാണ് ഈ 17.5. 17ന്റെ പകുതിയാണ് കേട്ടോ ഈ 8.5 എന്ന് പറയുന്നത്. അപ്പോൾ അത് വരച്ചു കൊടുത്തു. അപ്പോൾ അത് വരയ്ക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തായിരുന്നു. അതിനുശേഷം ബ്രസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം വേസ്റ്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഹിപ്പ് മാർക്ക് ചെയ്തു. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇത് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാനിത് വെട്ടുന്നത്. അപ്പം ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഓരോ പാർട്സ് എങ്ങനെയാണ് വെട്ടുന്നതെന്നുള്ളതും അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നതെന്നുള്ളത് ഞാൻ ഇനി സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ. എനിക്കറിയില്ല ആർക്കൊക്കെയാണ് ഈ സ്റ്റിച്ചിങ് ഒക്കെ താല്പര്യമുള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പം താല്പര്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. എനിക്കറിയാവുന്നത്, അറിഞ്ഞൂടാത്തതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ലല്ലോ. അപ്പം ഞാൻ എല്ലാ മെഷർമെൻറ്റ്സും ഇങ്ങനെ മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുണി ഇങ്ങനെ ഇട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇതാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് സ്ലീവ് ലെങ്ത് വേണമായിരുന്നു. അപ്പം അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തത്. പക്ഷെ പിന്നീട് ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഞാനിത് വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കാനായിട്ട് തയ്ക്കുന്നതാണ്. അപ്പോൾ സ്ലീവ് ലെങ്ത് 3/4 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴൊക്കെ നനയും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് പിന്നെ ഞാൻ ചെറിയ സ്ലീവാണ് വെച്ചത് കേട്ടോ. അപ്പോൾ എല്ലാം മാർക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം ഈ പോയിന്റ്സ് എല്ലാം കൂടെ ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുവാണേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴും മാർക്കിങ്സ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ഞാൻ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ പോയിന്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതാ അവിടെ കണ്ടോ അതൊന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുത്തു. അപ്പം നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം, പിന്നെ കട്ടിങ് കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ സ്റ്റിച്ചിങ് എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ താഴെയുള്ള ഫ്ലെയറിൻ്റെ മെഷർമെൻറ്റും കൂടെ ഞാനൊന്ന് വരച്ചു കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സീം അലവൻസും ഇട്ടതിന് ശേഷം ആ സീം അലവൻസിൽ കൂടെയാണ് നമ്മളെപ്പോഴും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനൊക്കെ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ ഈ സീം അലവൻസ് ഇട്ടിട്ട് മറന്നു പോവാറുണ്ട്. ചില സമയത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല സീം അലവൻസിൽ കൂടെ, ഈ അകത്തുള്ളത് മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എത്ര പ്രാവശ്യമാണെന്നറിയാവോ ഞാൻ സീം അലവൻസ് ഇടാതെ അത് കട്ട് ചെയ്ത് പോയിട്ടുള്ളത്. അങ്ങനെ കുറേ തുണിയൊക്കെ വേസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ എന്നാലും എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര ഓർമ്മക്കുറവ് വരാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ
ചെയ്യാറുള്ളത് ആദ്യം സീം അലവൻസ് വിട്ടിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ടേ ബാക്കി എന്ത് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഓർമ്മക്കുറവും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷനാണ് ഞാൻ ആദ്യം ഇത് വരച്ചത് കേട്ടോ. ഫ്രണ്ട് പോർഷൻ വരച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഞാനിത് ബാക്കും സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴെല്ലാം ഞാൻ എന്ത് സ്റ്റിച്ച് ചെയ്തിരുന്നാലും ഫ്രണ്ട് എല്ലാവരും ബാക്ക് എടുത്തിട്ടല്ലേ കട്ട് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്, അതിന് ശേഷമാണ് ബാക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതിനൊക്കെ അതിൻ്റെതായ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പം അതൊക്കെ പഠിക്കണം എന്നുള്ളവർ പറഞ്ഞു കഴിഞ്ഞാലായിട്ട് പഠിപ്പിച്ചും തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ബാക്കും ഞാൻ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം ബാക്കിൽ ടക്ക് മാർക്ക് ചെയ്യാണ് കേട്ടോ. ടക്ക് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്കൊരു ഡാട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതും കൂടെ നമ്മൾ ഡാട്ട്സ് ഇട്ട് കൊടുക്കുമ്പോഴത്തേല് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും ചുരിദാർ. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ഇതായിട്ട് എന്താ പറയുന്നത്, ഒരു ഇച്ചിരി ഷേപ്പ്ലെസ് ആയിട്ട് കിടക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഡാട്ട്സ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ചുരിദാർ തയ്ക്കുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ബാക്ക് ഡാട്ട്സ് ഇട്ടിട്ട് തന്നെ തയ്ക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ഇത്രയും തുണി എനിക്ക് ബാലൻസ് വന്നു. അപ്പോൾ എനിക്ക് 3/4 സ്ലീവ് വേണേ തയ്ക്കാമായിരുന്നു. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പാത്രം കഴുകും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേല് പിന്നെ എനിക്ക് കൈക്ക് വേദനയുള്ളതുകൊണ്ട് ഞാൻ കയ്യിൽ ആ ഒരു ഇതിട്ടിരിക്കുന്നുണ്ട്, ഒരു ട്യൂബിക്കിള്. അപ്പോൾ അതൊക്കെ ഇടുമ്പോഴത്തേലും എനിക്ക് ഈ 3/4 സ്ലീവ് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ ഞാനൊരു ചെറിയ സ്ലീവ് ആക്കിയാൽ മതി എന്ന് വെച്ച് 6 ഇഞ്ചിൻ്റെ സ്ലീവാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് 6 ഇഞ്ചിൻ്റെ സ്ലീവിന് ഞാൻ 7.5 ഇഞ്ച് തുണി എടുത്തിട്ടുണ്ട്. 7.5 ഇഞ്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഞാൻ ഇതിൽ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയുടെ ലെങ്ത്ത് ഒത്തിരി കൂടിപ്പോകും. ഇതിൽ തന്നെ ഇപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ കാണിക്കുമ്പോൾ നമ്മൾ എത്ര കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നിരുന്നാലും കുറച്ചൊരു ലെങ്ത്ത് വരും. എന്നാലും ഞാൻ കട്ടിങ്ങും സ്ലീവും സ്റ്റിച്ചിങ്ങും കൂടെ ഒരു വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ആ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ചൊന്ന് കുഴിച്ചു വെട്ടി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ടിലുള്ള ആ ചുളിവ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ച് കുഴിച്ച് ഞാൻ വെട്ടിയിട്ടുണ്ട്. 4 ഇഞ്ച് മുതൽ 1/2 ഇഞ്ച് വരെ കുഴിച്ച് വെട്ടാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ചെറിയ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സെൻറ്റർ പോർഷൻ അറിയാൻ വേണ്ടിയിട്ട് അവിടെയും കൂടെ ഒരു ചെറിയ നോച്ച് ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചൊരു ഷേപ്പ്ലെസ് ആയിട്ട് ഇരുന്നത് കൊണ്ട് അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കട്ടിങ് പോലിരിക്കും അവസാനം നമ്മുടെ എന്ത് തയ്ച്ചിരുന്നിരുന്നാലും അതിൻ്റെ ഒരു ഫിനിഷിങ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് പേപ്പർ ക്യാൻവാസ് ആണ് കേട്ടോ. പേപ്പർ ക്യാൻവാസിലാണ് സാധാരണ ഞാൻ അല്ലാതെയുള്ള തുണിയുടെ ക്യാൻവാസിലാണ് ഞാൻ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് എനിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തുണിയുടെ ക്യാൻവാസ് തീർന്നു പോയി. അപ്പോൾ പേപ്പർ ക്യാൻവാസിൽ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് ഇതാക്കുവാണ് കേട്ടോ. നെക്ക് ഇങ്ങനെ പേപ്പർ ക്യാൻവാസിൽ നമ്മൾ എടുക്കുന്ന നെക്കിൻ്റെ നിന്നും 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിനൊരു മാർജിൻ കൊടുത്തതിന് ശേഷമാണ് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഉള്ള വീഡിയോയിൽ ഞാൻ ശരിക്കായിട്ട് കാണിക്കാം കേട്ടോ. ഇതെന്തോ അത് ക്യാമറയിൽ ശരിക്കും അങ്ങോട്ട് പെട്ടില്ല. ഇങ്ങനെയാണ് ഞാൻ നെക്ക് വെട്ടിയെടുത്തത്. ഈ നെക്ക് വെട്ടിയെടുത്തതിന് ശേഷം നെക്കൊക്കെ ഞാൻ ആ തുണിയിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ഇങ്ങനെ എക്സ്ട്രാ ഇത് കിടക്കുന്ന ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ കുർത്തിയല്ല എന്ത് ഡ്രസ്സ് തയ്ച്ചിരുന്നിരുന്നാലും ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അത് പിന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും. പിന്നെ നമുക്കിത് ഹെം ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രണ്ടിനും ഒന്ന് ബാക്കിനും വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ സ്ലീവ്സിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, അത് ഞാനൊന്ന് മടക്കി തയ്ക്കുവാണേ.
അത് ഇപ്പോൾ രണ്ട് സ്ലീവ്സിൻ്റെയും എൻഡ് ഇതുപോലെ മടക്കി തച്ച് കൊടുത്തതിന് ശേഷമാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പിന്നീട് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഇതിങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഞാൻ ഫ്രണ്ട് കഴുത്ത് അതിൽ പിടിപ്പിക്കുവാണേ. അതിനായിട്ട് ഒന്നി അവിടെ നമ്മൾ ഈ ഒരു പിന്ന് കൊണ്ട് നമുക്ക് പിൻ ചെയ്തിട്ട് തയ്ച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകത്തില്ല കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും പിന്നുകൊണ്ട് പിൻ ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ്. ഇപ്പം ഞാൻ ഇതിൽ ഇങ്ങനെ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. എനിക്ക് പിന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു കംഫർട്ടായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പം ഞാനിതാ ഇതിൻ്റെ കഴുത്ത് അതിൽ പിടിപ്പിച്ചു. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് തയ്ച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേൽ കുർത്തിയുടെ നല്ല വശത്ത് വേണം ഇത് വെച്ചിട്ട് തയ്ക്കാനായിട്ട്. തയ്ച്ചിട്ട് അതിൻ്റെ ബാക്ക് വശത്തിലോട്ട് ഇത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഇതിൽ ചെറിയ ചെറിയ നോച്ചസ് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ മടക്കി ഇങ്ങനെ കമിഴ്ത്തി വെച്ചതിന് ശേഷം ആ ഒരു ക്യാൻവാസിൻ്റെ പുറത്തുകൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അകത്തോട്ട് മടങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കഴുത്ത് വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഞാനത് മറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്തും കൂടെ എടുത്തു കഴിഞ്ഞാലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ എഴുന്നേക്കാനുള്ള മടി കൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പം എനിക്ക് അയണിങ് ടേബിള് പുറത്തും എൻ്റെ സ്റ്റിച്ചിങ് ഞാനിപ്പോൾ ദീപ്തിയുടെ റൂമിലിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നതൊക്കെ. എനിക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് ഇനിയിപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഞാൻ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ അതൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാസ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ സ്ലീവ് പിടിപ്പിക്കുവാണേ. അപ്പോൾ സ്ലീവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് പോർഷൻ നമ്മൾ കുഴിച്ചു വെട്ടിയിരിക്കുന്നത് ഫ്രണ്ടിലോട്ട് തന്നെ വരണം, ബാക്കിലോട്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് താഴോട്ടാണ് ആദ്യം തയ്ച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അത് ബാക്കിലോട്ടും കൂടെ തയ്ച്ചെടുക്കുക. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ച് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പം ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ഭാഗം സെൻറ്ററിൽ നിന്ന് താഴോട്ട് തയ്ച്ചെടുത്തു. അതിനുശേഷം ഈ ഒരു ഭാഗവും കൂടെ ഇങ്ങനെ സെൻറ്റർ ഇതായിട്ട് തയ്ച്ച് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ചിലർക്ക് നല്ല കുറച്ച് ടാലൻറ്റഡ് ആയിട്ടുള്ളവരൊക്കെ അവർ ഇങ്ങനെ എന്താ പറയുന്നത്, തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ തയ്ച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ അറിയാം, അതാണ് ഏറ്റവും ഈസി. പക്ഷെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. എന്നിട്ട് സ്ലീവിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ 2 സ്റ്റിച്ച് അതിന് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ഷോൾഡർ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ഷോൾഡർ അറ്റാച്ച്മെൻറ്റ് ഞാൻ വീഡിയോ പിടിച്ചത് അത്ര കറക്റ്റ് ആയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഒട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേറെ ഒരു വീഡിയോ ഷോൾഡർ അറ്റാച്ച്മെൻറ്റിൻ്റെത് ഇടാം കേട്ടോ. അത് തയ്ച്ചിട്ട് ഇടുന്നത് ഞാൻ കാണിക്കാവേ. അതിനുശേഷം അപ്പോഴേക്കും നമ്മുടെ സ്ലീവ്സും എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഒന്ന് തയ്ച്ചെടുക്കുവാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അതിൻ്റെ സൈഡ് ഒന്ന് സീം അലവൻസ് വിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടം വരെ അതൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും അതേ ഒരു 2 സ്റ്റിച്ച് നമ്മൾ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ താഴോട്ടുള്ള സ്ലിറ്റ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് അടിച്ചതിന് ശേഷം രണ്ടാമത്തെ സൈഡും ആ സൈഡിൽ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 1/4 ഇഞ്ച് ഡിഫറൻസിൽ വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് വണ്ണം കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതാ സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഞാനും അതെ, ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചത്. കാരണം എല്ലാവരും പറയും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസിയാണെന്ന്. അത്ര ഈസി ഒന്നും അല്ല. അത് നമ്മൾ ചെയ്ത് 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 എക്സ്പീരിയൻസിൽ കൂടെയാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് വരുന്നത്. എനിക്കിപ്പോഴും തെറ്റാറുണ്ട്, ഉള്ള സത്യം പറയാമല്ലോ, എനിക്കിപ്പോഴും തെറ്റാറുണ്ട്. പക്ഷെ പിന്നെയും എന്താ പറയുന്നത്, അഴിച്ചും ഇതാക്കിയും ഒക്കെ നമുക്കിതിന് ഈ സ്റ്റിച്ചിങ്ങിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് പ്രാവശ്യം ഇത് അഴിക്കേണ്ടി വരും, കുറേ പ്രാവശ്യം തെറ്റും, അത് തിരുത്തണം. അതിനൊക്കെ ക്ഷമയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഒറ്റ ഇരിപ്പിന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത്ര ഈസി അല്ല സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഇതിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ തച്ച് പോകുമ്പോഴത്തേല് എല്ലാവർക്കും തോന്നും ഇത് ഭയങ്കര ഈസി ആണല്ലോ, ഇതിലൊന്നുമില്ലല്ലോ. നല്ല പാടാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം അഴിച്ചും എല്ലാ മാറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ. അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നാത്തത്. അപ്പോൾ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ക്ഷമയുള്ളവർക്കും ഇത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹോബി എന്ന് പറയുന്നത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിലെ സ്ലിറ്റ് അടിച്ചതിന് ശേഷം ഞാനിതാ അടുത്ത സൈഡിലെ സ്ലിറ്റും കൂടെ അടിച്ചെടുക്കുകയാണ്. പിന്നെ ഹോബീസിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് പാട്ട്, ഡാൻസ്, സ്റ്റിച്ചിങ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റിച്ചിങ് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്നത്, എൻ്റെ മനസ്സിൽ മറ്റ് ചിന്തകളൊന്നും വരാതിരിക്കുന്നത് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ. എല്ലാത്തിനും എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ പലപ്പോഴും ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിരുന്നിരുന്നാലും കറക്റ്റായിട്ടൊന്നും ചിലപ്പോൾ കിട്ടാറില്ല. പിന്നെ എൻ്റെ ബോഡിയിലും ഓരോരുത്തരുടെ ബോഡി ഓരോ രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർ എപ്പോഴും ഒരു അവർക്കൊരു മനസ്സിലൊരു ഇതുണ്ടാവും, അത് വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചിലപ്പം അതുപോലെ കറക്റ്റായിട്ട് വരണം എന്നില്ല. അപ്പം എനിക്കിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പം എൻ്റെ ബോഡിയിൽ എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പം എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ സെൽഫായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പഠിച്ചതും ഇപ്പം ചെയ്യുന്നതും കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗമൊക്കെ ഇതുപോലെ നന്നായിട്ട് തയ്ച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് കാണുന്നവരിക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.